ഈ വീഡിയോ ശരിക്കും ഞാൻ വെറുതെ എടുത്ത് വെച്ചതാണ്, അപ്ലോഡ് ചെയ്യാൻ വെച്ചതൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഔട്ട്കം വന്നപ്പോൾ നല്ല ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. എൻ്റെ അപ്പച്ചിൻ്റെ ഒരു പഴയ ഷർട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിലെന്തെങ്കിലും പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്ട് തുടങ്ങിയതാണ്. പിന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ കർച്ചീഫ് ആക്കാമെന്ന്. പക്ഷേ കർച്ചീഫിന് ഈ ക്ലോത്ത് പറ്റുമെന്ന് അറിയില്ല. ഞാൻ വെറുതെ എന്തായാലും കർച്ചീഫിൻ്റെ പോലെയാണ് പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ആൻഡ് ആസ് ആൾവേസ് എനിക്കെന്തെങ്കിലും ഒരു സ്റ്റാർ ഡിസൈനും പിന്നെ മറ്റേ സ്വേൾ ഡിസൈനും വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു നോർമൽ സ്റ്റാറും സ്വേളും അല്ല, ഞാൻ അതൊരു ഓഷ്യൻ തീമാണ് ആക്കിയത്. ഇതിന് ഞാൻ യൂസ് ചെയ്തത് അക്രിലിക് പെയിൻ്റ് ആണ്. ഇതിന് ശരിക്ക് ഫാബ്രിക് പെയിൻ്റ് ഒക്കെ ആവശ്യം ഉണ്ടാവും, പക്ഷെ എൻ്റെ അടുത്ത് ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തത്. എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ അക്രിലിക് പെയിൻറ്റ് ഫാബ്രിക് പെയിൻ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനത് പോസ്റ്റ് ചെയ്യണം വെച്ചിട്ട് എടുത്ത വീഡിയോ അല്ല, വെറുതെ എടുത്തതാണ്. അതുകൊണ്ട് ലൈറ്റിൻ്റെ നല്ല പ്രശ്നമുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ, ഇനി ഞാൻ ഫാബ്രിക് മേലൊക്കെ പെയിൻറ്റ് ചെയ്യും. എനിക്ക് നല്ല ഇഷ്ടമായി. എന്തെങ്കിലും ഇനി ടീഷർട്ട് മേലൊക്കെ പെയിൻറ്റ് ചെയ്ത് നോക്കണം. ലാസ്റ്റായിട്ട് ഞാൻ അത് അയൺ ചെയ്ത്, ഞാൻ ചിലയിടത്തൊക്കെ കണ്ടിരിക്കണേ ഫാബ്രിക് പെയിൻ്റ് ഒക്കെ ചെയ്താൽ അയൺ ചെയ്യണത്, എന്നാൽ അത് എന്താണ് കളറ് ഇളകിപ്പോല എന്നൊക്കെ കേട്ടിരിക്കണം. തുന്നാൻ മടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എഡ്ജസൊക്കെ ഇങ്ങനെയാണ് വെച്ചത്. പിന്നെ അതിൻ്റെ നൂലൊക്കെ ഊരി പോന്നാൽ പണിയാവും. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ക്ലോത്തുമ്പോൾ ചെയ്ത് നോക്കിയിട്ടാ. അപ്പോൾ ശരി, എന്നാൽ ബൈ.